അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിച്ചതും പലർക്കും സംശയമുള്ളതുമായ ഒരു കാര്യം ഏറ്റവും ലളിതമായി അവതരിപ്പിക്കാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. അതായത്, ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ ഉള്ളവർ എന്താണ് ചെയ്യേണ്ടത്, എത്ര നിസ്കാരം അവർ നിർവഹിക്കണം, എത്ര സമയം ഇതിനു വേണ്ടി അവർ ഉപയോഗപ്പെടുത്തണം, എത്ര നിസ്കാരമാണ് ഖളാ ഉള്ളത് എന്നറിയില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഈ നിസ്കാരം ഖളാ ഉള്ളവർക്ക് സുന്നത്ത് നിസ്കാരം നിർവഹിക്കാൻ പറ്റുമോ, തറാവീഹ് നിസ്കാരം നിർവഹിക്കാൻ പറ്റുമോ, തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കാൻ പറ്റുമോ, തറാവീഹ് നിസ്കാരം നിർവഹിക്കുന്ന ഒരു ഇമാമിനെ തുടർന്ന് ഫർള് നിസ്കാരങ്ങൾ ഖളാ വീട്ടാൻ പറ്റുമോ, അങ്ങനെ തുടങ്ങി കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായി ഒരുപാട് പ്രിയപ്പെട്ടവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ സംശയങ്ങളൊക്കെ ദൂരീകരിക്കും വിധം ഏറ്റവും ലളിതമായ ഒരവതരണമാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഈ ഒറ്റ വീഡിയോ കണ്ടാൽ തന്നെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊക്കെ ചെയ്യേണ്ടത് ഈ വീഡിയോ കൃത്യമായി ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. ശേഷം മാക്സിമം ആളുകളിലേക്ക് ഈ വിഷയം എത്തിച്ചു കൊടുക്കുക. കാരണം അത്രത്തോളം പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൃത്യമായി ശ്രദ്ധിക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും നിർവഹിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് 5 വക്ത് ഫർള് നിസ്കാരം എന്നുള്ളത്. ഇവിടെ പലരും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. അതായത്, നിസ്കാരങ്ങൾ സമയം നിശ്ചയിക്കപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ആ നിശ്ചിത സമയത്ത് നിർവഹിക്കാൻ പറ്റുമെങ്കിൽ ആ സമയത്ത് നിർവഹിക്കാം. അങ്ങനെ ഒരാൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അതിനുശേഷം നിർവഹിക്കേണ്ടതില്ല എന്ന് പലപ്പോഴും പലരും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കാം, സമയം നിശ്ചയിക്കപ്പെട്ട ഒരു പ്രവർത്തനം എന്നതിൻ്റെ താല്പര്യം നിർബന്ധമായും നിസ്കാരങ്ങൾ നമ്മൾ അതാത് സമയങ്ങളിൽ നിർവഹിക്കണമെന്നുള്ളതാണ്. ഇനി അതാത് സമയങ്ങൾ നമ്മൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ നിർബന്ധമായിട്ടും പിന്നീടുള്ള സമയങ്ങൾ നമ്മൾ മാക്സിമം അതിന് എത്രയും പെട്ടെന്ന് ഖളാ വീട്ടുകയും ഈ സമയം നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ ആത്മാർത്ഥമായിട്ട് റബ്ബായ അല്ലാഹുവിനോട് നമ്മൾ തൗബ ചെയ്യുകയും വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര തന്നെ നിസ്കാരമാണെങ്കിലും നിർബന്ധമായിട്ടും നമ്മൾ അതിനെ ഖളാ വീട്ടണം. നമ്മൾ മരണപ്പെട്ടു പോയാൽ ഒരുപാട് നിസ്കാരങ്ങൾ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളതിന് എത്ര നല്ല കാര്യങ്ങളും മരണപ്പെട്ടു പോയ നമ്മുടെ പേരിൽ ചെയ്താലും ഈ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾക്ക് പരിഹാരമാവില്ല എന്നുള്ളതാണ്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ ഉള്ളവർ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതിനു മുന്നേ ഒരാൾക്ക് നഷ്ടപ്പെട്ടത് നിശ്ചിത നിസ്കാരമാണെന്ന് കൃത്യമായ ബോധമുണ്ടെങ്കിൽ ആ നിസ്കാരങ്ങൾ എത്രയും പെട്ടെന്ന് ഖളാ വീട്ടാനാണ് അവൻ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 5 ളുഹ്ർ നിസ്കാരം, അല്ലെങ്കിൽ ഒരു ളുഹ്ർ നിസ്കാരം, അല്ലെങ്കിൽ 5 സുബ്ഹി നിസ്കാരം, ഇങ്ങനെ നിശ്ചയിക്കപ്പെട്ട ഇത്ര നിസ്കാരമാണെന്ന് കൃത്യമായ ബോധം അവനിക്കുണ്ടെങ്കിൽ ആ നിസ്കാരം കൃത്യമായി എത്രയും പെട്ടെന്ന് ഖളാ വീട്ടി തീർക്കാൻ അവൻ ശ്രമം നടത്താം. ഇനി ഒരാൾക്കറിയില്ല എത്രയാണ് നിസ്കാരം നഷ്ടപ്പെട്ടത് എന്നുള്ളത്, ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർ ചെയ്യേണ്ടത്, പ്രായപൂർത്തിയായത് മുതൽ ഇന്നേ വരെ എത്ര നിസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളത് കൃത്യമായി അവൻ ഇരുന്ന് ആലോചിച്ചതിന് ശേഷം ഒരു കണക്കിലെത്തുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പ്രായപൂർത്തിയായത് മുതൽ ഇന്നേ വരെ 5 വർഷത്തെ സുബ്ഹി നിസ്കാരം, അല്ലെങ്കിൽ 5 വർഷത്തെ ളുഹ്ർ നിസ്കാരം, അങ്ങനെ ഓരോ നിസ്കാരങ്ങളും എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു കണക്കിൽ അവനെത്താം. വിഷയം മനസ്സിലാക്കാം. എന്നിട്ട് ആ നിസ്കാരങ്ങൾ ഓരോന്നായി നിർവഹിച്ച് പൂർത്തിയാക്കാൻ അവൻ ശ്രമിക്കാം. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് 1000 സുബ്ഹി നിസ്കാരമുണ്ട്. അതേപോലെ 1000 ഓരോ നിസ്കാരങ്ങളും അവനിക്ക് നിർവഹിക്കാൻ ബാക്കിയുണ്ട് എങ്കിൽ അവന് ഈ നിസ്കാരങ്ങളൊക്കെ പൂർത്തിയാക്കാൻ ശ്രമം നടത്താം. അങ്ങനെ ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ വീട്ടുന്നവർക്ക് 1-2 വഴികൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇതുപോലെ ഒരു പുസ്തകവും അതേപോലെ ഒരു പേനയും കരുതാം. എന്നിട്ട് 5 കോളങ്ങൾ ഉണ്ടാക്കാം. സുബ്ഹി, ളുഹ്ർ, അസർ, മഗ്രിബ്, ഇശാ, ഇങ്ങനെ 5 കോളങ്ങൾ ഉണ്ടാക്കാം. എന്നിട്ട് ഓരോ നിസ്കാരം നിർവഹിക്കുമ്പോഴും 1 പോയിന്റ്, 2 പോയിന്റ്, 3 പോയിന്റ്, 4 പോയിന്റ്, അങ്ങനെ 4 നിസ്കാരം നിർവഹിച്ചാൽ 4 പോയിന്റ് കിട്ടും. 5ാമത്തെ നിസ്കാരം ക്രോസിൽ ഒരു വര ഇടാം. അപ്പോൾ 5 പോയിന്റായി. അങ്ങനെ 5, 10, 15 അങ്ങനെ കൃത്യമായിട്ട് എണ്ണം നമുക്ക് അതിലൂടെ കണക്കാക്കാൻ പറ്റും. ആവശ്യം മനസ്സിലാക്കാം. ഒരു മോഡലാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങളുടെ ഐഡിയയിൽ നല്ലൊരു മോഡൽ നിങ്ങൾ ക്രമീകരിക്കാം, എന്നിട്ട് അത് ചിട്ടപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ലൈഫിൽ നല്ലൊരു ഡിസിപ്ലിൻ കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നോട്ട്ബുക്കും പെന്നും എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ഇനി അതല്ല എങ്കിൽ നിങ്ങൾ
മൊബൈൽ ഫോണിൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത, അൺഇൻസ്റ്റാളായി പോവാത്ത അല്ലെങ്കിൽ ഡിലീറ്റ് ആയി പോവാത്ത ഒരു ഫയലോ ആപ്ലിക്കേഷനോ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ നിസ്കാരങ്ങൾ ഖളാ വീട്ടാൻ പറ്റുന്നൊരു സംവിധാനം ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഏതായാലും കൃത്യമായി എവിടെയെങ്കിലും ഒരു എണ്ണം വെച്ച് നമ്മൾ നിസ്കാരം പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി പലരുടെയും സംശയം എത്ര സമയം ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അതായത് നിസ്കാരം ഖളാ ഉള്ളവർ നമ്മുടെ നിത്യജീവിതത്തിൽ അത്യാവശ്യമായി വളരെ പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒഴിച്ച് മറ്റു സമയങ്ങളൊക്കെ നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായി കുറച്ച് ഭക്ഷണം കഴിക്കാം, അതേപോലെ കുറച്ച് വിശ്രമിക്കുക, ഉറങ്ങാം, അത്യാവശ്യമായി വാഷ്റൂമിൽ പോവുക, അതേപോലെ ജീവിക്കാൻ ആവശ്യമായ ജോലി ചെയ്യാം. ഇതൊക്കെ വളരെ ബേസിക്കായ നീഡ്സാണ്. ഇങ്ങനെ വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ ഒഴിച്ച് മറ്റു സമയങ്ങളൊക്കെ അവൻ നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ആവശ്യം മനസ്സിലാക്കാം. അപ്പോൾ മാക്സിമം സമയങ്ങൾ അവൻ ഉപയോഗപ്പെടുത്തി മാക്സിമം പെട്ടെന്ന് നിസ്കാരം ഖളാ വീട്ടാനാണ് അവൻ ശ്രമിക്കേണ്ടത്. ഇനി ഈ നിസ്കാരങ്ങൾ ഖളാ വീട്ടുമ്പോൾ പലരുടെയും സംശയം ഇന്ന ഡേറ്റിലെ നിസ്കാരമാണെന്ന് പ്രത്യേകം കരുതണോ എന്നുള്ളതൊക്കെയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്കാരത്തിൻ്റെ നിയ്യത്തിൽ 3 കാര്യങ്ങളാണ് നിർബന്ധമായി വരുന്നത്. ഒന്ന് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം, മറ്റൊന്ന് ഇന്ന് നിസ്കാരമാണെന്ന് കരുതണം, മറ്റൊന്ന് ഫർളാണെങ്കിൽ ഫർളെന്ന് കരുതണം. ഇപ്പോൾ സുബഹി നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സുബഹി എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്ത് മാത്രം കരുതിയാലും അവന് നിയത്ത് ശരിയായി. അതോടൊപ്പം ഖളാ ആണെങ്കിൽ ഖളാ ആയിട്ടാണെന്ന് പ്രത്യേകം കരുതുക, റക്അത്തുകളുടെ എണ്ണം കരുതുക, ഖിബ്ലക്ക് മുന്നിട്ടാണെന്ന് കരുതുക, അല്ലാഹു തആലക്ക് വേണ്ടിയാണെന്ന് കരുതുക. ഇതൊക്കെ എന്താണ് നിയത്തിൽ സുന്നത്തുള്ള വിഷയമാണ്. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളും കരുതിയാലും നിസ്കാരം ശരിയാകും, നിയത്ത് ശരിയാകും. അപ്പോൾ ഒരാൾ സുബഹി നിസ്കരിക്കുമ്പോൾ സുബഹി എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടെ കൂടെ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടാണെങ്കിൽ അവൻ്റെ ഒരു സുബഹി അവനക്ക് പൂർത്തിയായി. അതുപോലെ മാക്സിമം പറ്റുന്നത്ര സുബഹിയും അതേപോലെ മറ്റു നിസ്കാരങ്ങളൊക്കെ മാക്സിമം പെട്ടെന്ന് നിസ്കരിച്ച് പൂർത്തീകരിക്കാനാണ് അവൻ ശ്രമിക്കേണ്ടത്. ആവശ്യം മനസ്സിലാക്കാം. ഇനി അടുത്തൊരു വിഷയം, ഫർള് നിസ്കാരങ്ങൾ ഖളാ ഉള്ളവർക്ക് സുന്നത്ത് നിസ്കാരം നിർവഹിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇവിടെ പലരും തെറ്റിദ്ധരിച്ചൊരു വിഷയമുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫർള് നിസ്കാരങ്ങൾ ഖളാ ഉള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ വളരെ പ്രാഥമികമായി ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒഴിച്ച് മറ്റു സമയങ്ങളൊക്കെ നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. അങ്ങനെ നിസ്കാരം ഖളാ വീട്ടാതെ നമ്മൾ വെറുതെ സമയം കളയുമ്പോൾ അത് ഹറാമായി മാറും. അത് ആ ഒരു അർത്ഥത്തിലാണ് ഫർള് നിസ്കാരങ്ങൾ ഖളാ ഉള്ളവർ സുന്നത്ത് നിസ്കാരം നിർവഹിക്കരുത്, അവർ ഫർള് നിസ്കാരം നിർവഹിക്കണമെന്ന് പറയുന്നത്. എന്നൊരു വിഷയം മനസ്സിലാക്കാം. ഒരാൾ ഫർള് നിസ്കാരം ഖളാ ഉണ്ടെന്ന് പറഞ്ഞ് ആ ഫർള് നിസ്കാരം ഖളാ വീട്ടുന്നുമില്ല, ഇപ്പുറത്ത് സുന്നത്ത് നിസ്കാരങ്ങളാണെങ്കിൽ നിർവഹിക്കുന്നുമില്ല. എന്നാൽ അത് വലിയൊരു തെറ്റാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ അറ്റ്ലീസ്റ്റ് സുന്നത്ത് നിസ്കാരം നിർവഹിച്ചിരുന്നെങ്കിൽ ഈ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുക എന്നുള്ളൊരു തേട്ടമുണ്ടല്ലോ, ആ തേട്ടമെങ്കിലും വീടായിരുന്നു. ഇവിടെ സുന്നത്ത് നിസ്കാരവും ഇല്ല, ഫർള് നിസ്കാരങ്ങളും ഇല്ല. അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം മനസ്സിൽ തീരുമാനിക്കുക. നമ്മൾ ഈ നിസ്കരിക്കുന്നതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? റബ്ബായ അള്ളാഹുവിനക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നിർബന്ധമായും നമ്മോട് കൽപ്പിക്കുന്ന ഒരു കാര്യം ഫർള് നിസ്കാരങ്ങൾ പൂർത്തിയാക്കാനാണല്ലോ. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കാം, നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളൊക്കെ മാക്സിമം ഫർള് നിസ്കാരങ്ങൾ ഖളാ വീട്ടി തീർക്കാൻ ശ്രമിക്കാം. അതെവിടെയാണെങ്കിലും, പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഫർള് നിസ്കാരങ്ങൾ ഖളാ വീട്ടി തീർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കാം. അങ്ങനെ ഫർള് നിസ്കാരങ്ങളൊക്കെ ഖളാ വീട്ടി അത് പൂർത്തീകരിച്ചതിന് ശേഷം നമുക്ക് പറ്റുന്നത് പോലെ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കാമല്ലോ. അപ്പോൾ വളരെ റാഹത്തോടെ നമുക്ക് നിസ്കരിക്കാനും പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫർള് നിസ്കാരങ്ങൾ ഖളാ ഉള്ള വ്യക്തികൾ സുന്നത്ത് നിസ്കാരം നിർവഹിക്കരുത് എന്ന് പറയുന്നത്, ഈ ഫർള് നിസ്കാരങ്ങൾ ഖളാ ഉള്ളതുകൊണ്ട് സുന്നത്ത് നിസ്കാരം നിർവഹിക്കരുത് എന്ന് പറയുന്നത് അവിടെ വേറെന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഫർള് നിസ്കാരങ്ങൾ ഖളാ ഉള്ളവർ മാക്സിമം സമയങ്ങളൊക്കെ ഫർള് നിസ്കാരത്തിന് വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്തണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആവശ്യം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ ഫർള് നിസ്കാരങ്ങൾ ഖളാ ഉള്ളവർക്ക് തറാവീഹ് നിസ്കരിക്കാൻ പറ്റുമോ, തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് പലരുടെയും സംശയം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തറാവീഹ് നിസ്കാരം നിർവഹിക്കേണ്ട സമയത്തും അതേപോലെ തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കേണ്ട സമയത്തും മറ്റ് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കേണ്ട സമയത്തൊക്കെ ഫർള് നിസ്കാരങ്ങൾ ഖളാ ഉള്ളവർ തീർച്ചയായിട്ടും ആ ഫർള് ഖളാ വീട്ടാൻ വേണ്ടിയിട്ടാണ് ആ സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ തറാവീഹ് നിസ്കാരം നിർവഹിക്കുന്ന ഒരു ഇമാമിനെ തുടർന്ന് ഫർള് നിസ്കാരം ഖളാ വീട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് മറ്റു ചിലരുടെ സംശയം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഒരു സുന്നത്തായ നിസ്കാരം നിർവഹിക്കുന്ന ഇമാമിനെ തുടർന്ന് ഫർദ് ഖളാ വീട്ടുന്നതിനേക്കാളും നല്ലത് ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ്. കൃത്യമായി മനസ്സിലാക്കണം, ഒറ്റയ്ക്ക് ആ നിസ്കാരം നമ്മൾ നിസ്കരിക്കലാണ് നല്ലത്. ഞാൻ അതല്ല, ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കൂല, പള്ളിയിൽ പോയാൽ തറാവീഹ് നിസ്കരിക്കുന്ന ഇമാമിനെ തുടർന്ന് ഫർദ് നിസ്കാരം ഖളാ വീട്ടാൻ സാധ്യതയുണ്ട്. അതേ സമയത്ത് ഒറ്റയ്ക്കായിട്ട് അവൻ നിസ്കരിക്കാൻ സാധ്യതയൊന്നുമില്ല. എങ്കിൽ ഒരു വിഷയം മനസ്സിലാക്കാം, അവന് ആ പള്ളിയിൽ പോയിട്ട് ഫർദ് നിസ്കാരം തറാവീഹ് നിസ്കാരം നിസ്കരിക്കുന്ന ആ ഇമാമിനെ തുടർന്ന് ഫർദ് ഖളാ വീട്ടാണ് അവൻ ചെയ്യേണ്ടത്. അവിടെ നമ്മൾ കുറച്ച് വിഷയങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ എങ്ങനെയെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്ന ഒരു ഇമാമിനെ തുടർന്ന് ഫർദ് നിസ്കാരങ്ങൾ ഖളാ വീട്ടുന്നതിനേക്കാളും നല്ലത് ഫർദ് നിസ്കാരങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് നിസ്കരിക്കലാണ്. ഇനി ഇങ്ങനെ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന ഇമാമിനെ തുടർന്ന് തറാവീഹ് നിസ്കരിക്കുന്ന ഇമാമിനെ തുടർന്ന് ഒരാൾ ഫർദ് നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ, സുബഹി നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അത് ശരിയാകും. അതായത് ഇമാമിൻ്റെയും മഅ്മൂമിൻ്റെയും നിസ്കാരത്തിൻ്റെ കോർവ ഒരുപോലെയാകണമെന്നുള്ളതാണ് ഷർത്ത്. അങ്ങനെയാകുമ്പോൾ മയ്യത്ത് നിസ്കാരം നിർവഹിക്കുന്നവരെ തുടർന്ന് നമുക്ക് മറ്റു ഫർദുകളോ മറ്റൊന്നും നിസ്കരിക്കാൻ പറ്റൂല. കാരണം വെച്ചാൽ എന്തേ, മയ്യത്ത് നിസ്കാരത്തിൻ്റെയും ഈ ഫർദ് നിസ്കാരങ്ങളുടെയും രൂപം ഒരുപോലെയല്ല. അതേ സമയത്ത് നമ്മൾ നിസ്കരിക്കുന്ന ഫർദ് നിസ്കാരങ്ങളുടെയും തറാവീഹ് പോലത്തെ സുന്നത്ത് നിസ്കാരങ്ങളുടെയും രൂപം ഒരുപോലെയാണ്. അതുകൊണ്ട് ഇത്തരം സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നവരെ തുടർന്ന് നമുക്ക് ഫർദ് നിസ്കാരങ്ങൾ ഖളാ വീട്ടാവുന്നതാണ്. അങ്ങനെ ഖളാ വീട്ടുമ്പോൾ ഒരാൾ സുബഹിയാണ് ഖളാ വീട്ടുന്നെങ്കിൽ ആ സുബഹിൻ്റെ നിയത്ത് വെച്ചിട്ടാണ് അവർ ഖളാ വീട്ടേണ്ടത്. അല്ലാതെ സുബഹിൻ്റെയും അതേപോലെ തന്നെ തറാവീഹിൻ്റെയും രണ്ടിനെയും നിയത്ത് അല്ല അവൻ വെക്കേണ്ടത്. മറിച്ച് സുബഹിൻ്റെ മാത്രം നിയത്ത് വെച്ചിട്ടാണ് അവൻ ആ നിസ്കാരം ഖളാ വീട്ടേണ്ടത്. ആ വിഷയം പ്രത്യേകം മനസ്സിലാക്കാം. അപ്പോൾ ഒരാൾ തറാവീഹിൻ്റെ സമയത്ത് തറാവീഹ് നിസ്കാരം നിർവഹിക്കുന്ന ഒരാളെ തുടർന്ന് നിസ്കരിക്കാതെ അതേ സമയങ്ങളൊക്കെ മാക്സിമം അവൻ ഒറ്റയ്ക്കിരുന്ന്, അത് വീട്ടിലോ മറ്റോ റൂമിലോ ഒറ്റയ്ക്കായിട്ട് അവൻ ഫർദ് നിസ്കാരങ്ങൾ ഖളാ വീട്ടുമെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ ഒറ്റയ്ക്ക് ഫർദ് നിസ്കാരം ഖളാ വീട്ടിൽ തന്നെയാണ് നല്ലത്. ഇനി അങ്ങനെയല്ല, ഒരാൾ പള്ളിയിൽ പോയിട്ടാണ് തറാവീഹ് നിസ്കരിക്കുക, അവനെങ്ങാനും തറാവീഹ് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ പോയിട്ടില്ല എങ്കിൽ അവന് വീട്ടിൽ നിസ്കരിക്കാൻ സാധ്യതയില്ല. ഈ സമയം വെറുതെ ആയിട്ട് മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് കളയാനാണ് സാധ്യത. എങ്കിൽ അവൻ നേരെ പള്ളിക്ക് പോകാം. പള്ളിക്ക് പോയതിന് ശേഷം ഇമാമ് തറാവീഹ് നിസ്കരിക്കുമ്പോൾ ആ ഇമാമിനെ തുടർന്ന് ഇവന് സുബഹി ഖളാ വീട്ടാം. അങ്ങനെ ആകുമ്പോൾ ഒരു ദിവസം തറാവീഹ് 10 തവണ 2 റക്അത്തുകളായി നിസ്കരിക്കും. അപ്പോൾ 10 സുബഹി ഇവനിക്ക് ആ ഒറ്റ തറാവീഹ് നിസ്കാരത്തോടു കൂടെ ഖളാ വീട്ടാൻ അവനിക്ക് പറ്റും. അവിടെ പ്രത്യേകം മനസ്സിലാക്കണം, തറാവീഹിനെയും സുബഹിനെയും രണ്ടിനെയും നിയത്തല്ല അവൻ വെക്കേണ്ടത്, ഇവൻ നിയത്ത് കരുതേണ്ടത് സുബഹിൻ്റെ തന്നെയാണ്. ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം. ഇനി ചിലരുടെയൊക്കെ സംശയം, ഈ നിസ്കാരങ്ങൾ ഖളാ വീട്ടുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കണം. നിസ്കാരങ്ങൾ ഖളാ വീട്ടുമ്പോൾ വജ്ജഹ് തോതണോ സൂറത്ത് തോതണോ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുക, നിസ്കാരത്തിൽ നിർബന്ധമുള്ള കാര്യങ്ങളുണ്ട്, സുന്നത്തായ കാര്യങ്ങളുണ്ട്. ഈ വജ്ജഹ് തോതുക എന്നുള്ളത് സുന്നത്താണ്, അതേസമയത്ത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇനി പൂർണ്ണമായ രൂപം ചൊല്ലുന്നില്ല എങ്കിൽ അതിൻ്റെ ചുരുങ്ങിയ രൂപമൊക്കെ ചൊല്ലാം. ഇപ്പോൾ വജ്ജഹത്തിൻ്റെ എവിടെയാണെങ്കിൽ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കം ഫീഹി എന്നുള്ള ഈ ദിക്റൊക്കെ ചൊല്ലാം. ഇനി ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുക എന്നുള്ളതും സുന്നത്താണ്. ആ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഇനി അതേപോലെ തന്നെ അത്തഹിയാത്തിന് ശേഷമുള്ള സലാത്തിൻ്റെയും ദുആഇൻ്റെ ഒക്കെ ചുരുങ്ങിയ രൂപമൊക്കെ മറ്റു വീഡിയോകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. തറാവീഹിൻ്റെയും വിത്തറിൻ്റെ ഒക്കെ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത വിഷയം ഫർദ് നിസ്കാരങ്ങൾ ഖളാ ഉള്ളവർ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. അവർക്ക് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ, തറാവീഹ് നിസ്കാരം നിസ്കരിക്കുന്ന ഇമാമിനെ തുടർന്ന് അവർക്ക് ഫർദ് നിസ്കാരങ്ങൾ ഖളാ വീട്ടാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ്. ഇനി സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്ത് സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, വാട്സപ്പ് വഴിയും ചോദിക്കാവുന്നതാണ്. ഇനി വളരെ ലളിതമായി ഇസ്ലാമിക വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചെടുക്കുന്ന രൂപത്തിൽ നാഫി അക്കാഡമി എന്ന് പറഞ്ഞ ഒരു എഡ്ടെക് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. nafiacademy.com എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ലഭ്യമാകും. ഈ നാഫി അക്കാഡമിയുടെ ഭാഗമായിട്ട് ഹിക്മ എന്ന് പറയുന്ന ഇസ്ലാമിക വിഷയങ്ങൾക്ക് ലളിതമായി പഠിക്കാൻ പറ്റുന്ന നിസ്കാരം, വുളു, കുളി, സക്കാത്ത്, അതേപോലെ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ജമാഅത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ തുടങ്ങിയ ഓരോ വിഷയങ്ങളും പഠിക്കാൻ പറ്റുന്ന ഹിക്മ എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. ഇനി ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ മാത്രം പഠിക്കാൻ പറ്റുന്ന നിസ്കാരത്തിൻ്റെ സെപ്പറേറ്റ് കോഴ്സ് ഉണ്ട്. അതേപോലെ ഖുർആൻ ആൻഡ് തജ്വീദ് കോഴ്സ് ഉണ്ട്. ഇതൊക്കെ വളരെ ചുരുങ്ങിയ ചിലവിൽ, എസ്പെഷ്യലി റമദാനൊക്കെ അവസാനിക്കുന്ന ഘട്ടത്തിൽ വളരെ ചുരുങ്ങിയ ചിലവിൽ ലഭ്യമാണ്. തീർച്ചയായിട്ടും വളരെ ചുരുങ്ങിയ പേയ്മെൻറ്റാണ് ഇതിനേക്കുള്ളത്. നിങ്ങൾ മാക്സിമം ഇപ്പോൾ തന്നെ ഈ കോഴ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കുക.
ഇനി ആവശ്യമായ സപ്പോർട്ടുകൾക്ക് വേണ്ടി വാട്സപ്പ് വഴിയും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും സാമ്പത്തികമായി പ്രയാസമുള്ളവർക്ക് അതിനനുസരിച്ചിട്ടും കോഴ്സുകൾ നൽകുന്നതാണ്. കാരണം വെച്ചാൽ ഇത്തരം ഒരു അക്കാഡമി ഡെവലപ്പ് ചെയ്തത് ഒരുപാട് പണം ഇതിൻ്റെ പിന്നിൽ ചിലവഴിച്ച് ഒരുപാട് അധ്വാനിച്ച് ഡെവലപ്പ് ചെയ്തതാണ്. വളരെ ഹൈ റണ്ണിങ് കോസ്റ്റ് കൂടി ഇതിനൊക്കെയുണ്ട്. എന്നിരുന്നാലും എല്ലാവർക്കും ലളിതമായി ഇസ്ലാമിക വിഷയങ്ങൾ പഠിക്കാൻ പറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ പറയാനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരുടെയും ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.